നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എനിക്കുണ്ടായിരുന്നു, നിങ്ങൾക്കും ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ. കോമൺ ആയിട്ട് വരാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്ങനെയാണ് ഇവിടെ എത്താൻ പറ്റുക, എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്, പെർമിറ്റ് വേണം, ഷിപ്പ് ഉണ്ടോ, ഫ്ലൈറ്റ് ഉണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പിന്നെ ഏതൊക്കെ ഐലൻഡിൽ നമുക്ക് പോകാൻ പറ്റും, അങ്ങനെ ഇങ്ങനെയായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെല്ലാം ഉള്ളൊരു ഉത്തരവാണ് കേട്ടോ ഇത്. ഫസ്റ്റ് ഇവിടെ വരാനുള്ള ലീഗൽ ഫോർമാലിറ്റീസ് പറയാം. അതായത് നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ ഏത് ഐലൻഡിൽ വരണമെങ്കിലും പെർമിറ്റ് വേണം. പെർമിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ലോക്കലായിട്ടുള്ള ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ ഈ ഐലൻഡ്സിൽ എത്താൻ പറ്റില്ല. അപ്പോൾ പെർമിറ്റ് എടുക്കണം, എന്ത് ചെയ്യണം? ഇതൊരു യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഓഫീസുകളുണ്ട്, അവരുടെ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടുള്ളൂ. അതിന് ഫസ്റ്റ് നമ്മൾ വേണ്ടത് നമ്മുടെ ലോക്കൽ പോലീസ്, അതായത് നിങ്ങൾ കേരളത്തിൽ നിന്നാണെങ്കിൽ കേരള പോലീസിൻ്റെ ഒരു PCC വേണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ കിട്ടേണ്ടതാണ്, നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് 4-ാം ദിവസം കിട്ടിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ അക്ഷയ സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കേരള പോലീസിൻ്റെ തുണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസില്ലേ, അതിലൊക്കെ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി PCC കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷദ്വീപ് വരാൻ വേണ്ടി ലക്ഷദ്വീപിലുള്ള ആരെങ്കിലും നിങ്ങളെ സ്പോൺസർ ചെയ്യണം. അപ്പോൾ അതിന് ആരെങ്കിലും കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരും ചുമ്മാ ഒന്നും ചെയ്യൂല. അപ്പോഴത്തേക്കിനും അതിന് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇത് ചെയ്യുന്ന കുറേ ട്രാവൽ കമ്പനീസ് ഉണ്ട്. അപ്പം അവരുടെ ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ പാക്കേജിൻ്റെ പാർട്ടായിട്ട് ലക്ഷദ്വീപിൽ എത്താൻ പറ്റും. കോമൺലി എന്താണ് 3 night 4 day പാക്കേജ്, അല്ലെങ്കിൽ 4 night 5 day പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പാക്കേജസ് ഉണ്ട്. അപ്പം വിശ്വസിക്കാവുന്ന ഒരു ട്രാവൽ കമ്പനിയിൽ നിങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 13,000 തൊട്ട് 20,000 അല്ലെങ്കിൽ 30,000 വരെ നിങ്ങളുടെ കാറ്റഗറി, നിങ്ങളുടെ ക്ലാസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള ട്രാവൽ പാക്കേജസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ PCCക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, പെർമിറ്റ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമാണ് വലിയൊരു പ്രശ്നം, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ബാക്കി ഇവിടെ വന്നിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം അവർ ഒരു ഐറ്റിനറി നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പം നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ലക്ഷദ്വീപ്, ഇപ്പം നമ്മളുള്ള അഗത്തിയിലാണ്, അഗത്തി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സംഭവം നിങ്ങൾ പുറകെ കാണും കേട്ടോ. ഇനി ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഗ്ലാസ് ബോട്ട് റൈഡും കാൽപ്പെട്ടി ഐലൻഡ് വിസിറ്റുമാണ്. ഒരു ഹാഫ് ഡേ എടുക്കുന്ന പരിപാടിയാണ്. അഗത്തി ഐലൻഡിനോട് ചേർന്ന് കിടക്കുന്ന ആൾതാമസമില്ലാത്ത ഒരു ചെറിയ ഐലൻഡാണ് കാൽപ്പെട്ടി. അവിടേക്ക് പോകുന്നത് കടലിന്റെ അടിയൊക്കെ കാണാൻ പറ്റുന്ന ഗ്ലാസ് ബോട്ടിലുമാണ്. അഗത്തി തീരത്ത് നിന്ന് നമ്മൾ ഗ്ലാസ് ബോട്ടിൽ കയറും. 8 പേരൊക്കെ മാക്സിമം ഒരു ബോട്ടിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. പോകുന്ന വഴിക്ക് കോറൽസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇവർ ബോട്ട് നിർത്തും. താഴെയുള്ള കാഴ്ചകൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുവാനൊക്കെ പറ്റും. പലതരം കോറൽസിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുപോകും. സ്നോർക്കലിങ്ങും സ്കൂബയും ഒക്കെ ചെയ്യാൻ പേടിയുള്ളവർക്ക് കടലിൻ്റെ അടി കാണുവാൻ പറ്റിയൊരു ഓപ്ഷനാണിത്. ചിലയിടങ്ങളിൽ ടർട്ടിൽസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒരു ലക്കാണ് കേട്ടോ. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും നമ്മൾ കാൽപ്പെട്ടി ഐലൻഡിൽ എത്തുവാനായിട്ട്. ചെറിയൊരു ഐലൻഡാണ്, ചുറ്റും വെള്ള നിറത്തിലെ മണലും അതിൻ്റെ നടുക്ക് ചെറിയൊരു കാടും. കടലിലെ വ്യത്യസ്തങ്ങളായ ജീവികളെ കണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക മൂഡ് തന്നെയാണ്. ഇതിന്റെ ഷെല്ല സ്നെയിൽ ടൈപ്പ് പോലെ തന്നെ ഒരു സംഭവമാണ് ഇത്. ക്രാബിന്റെ ഒരു വെറൈറ്റി സാധനം ഇത്. ഇത് ഓർണമെന്റ് അല്ല, ആരും കഴിക്കില്ല. അല്ലല്ല, അങ്ങനത്തെ അല്ല. അത് പുറത്ത് വരുന്നുണ്ട, പക്ഷെ ഒന്നും ചെയ്യില്ല, കടിക്കത്തൊന്നും ഇല്ല. ഇതിന് അങ്ങനെയല്ല, അപ്പൊ ഒന്നും ചെയ്യില്ല, തോണ്ടൽ മാത്രമേ ഉള്ളൂ. ഇതിലേക്കൂടെയുള്ള നടത്തം നല്ല രസമാണ് കേട്ടോ. അതായത് ഫുള്ള് ഇപ്പോൾ വെള്ളം ഇറങ്ങി കിടക്കുക. അപ്പം എന്താണ് കുറേ കോറൽസ് കാണാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഞണ്ടും എന്തൊക്കെയോ നമ്മൾ കാണാത്ത ടൈപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഭയങ്കര സൂക്ഷിച്ചൊക്കെ പോവുകയാണെങ്കിൽ. പിന്നെ മറ്റേ കടൽ വെള്ളരിയൊക്കെ കണ്ടായിരുന്നു ഞാൻ. ഇനി ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഈ ബാക്കിലാണ് കാടില്ലേ, കാട്ടിൽ കൂടെ കയറി അപ്പുറത്ത് വരുമ്പോൾ അവരുന്ന കഥ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അതെന്താ സംഭവം എന്നറിയത്തില്ല. അപ്പം അങ്ങോട്ട് കയറാം. ബിബിലേ എവിടെ? ഓ എൻ്റെ അമ്മ, എന്തുവാണ് ഇത്? ഇതെന്താ സംഭവം? ഇതെന്ത് ചെടിയാടാ ഇത്? കണ്ടൽക്കാടാണത്? അല്ല, ഞാൻ ഉദ്ദേശിച്ച കണ്ടൽക്കാടല്ല, വേറെ അല്ലേ? സംതിങ് ഡിഫറെൻറ്റ്. എയർപോർട്ട് ഇത്ര അടുത്തായിട്ടല്ലേ, നമുക്ക് പൊക്കി കാണിച്ചാൽ ഡ്രോണേ.
അത് വേണ്ട, പാവയ്ക്കാൻ വേണ്ട. നമ്മൾ വലിയൊരു ചലഞ്ചിലെത്തിയേക്കുവാണ്. ഇടത്തോട്ട് പോകണം, വലത്തോട്ട് പോകണം. അക്ക ഇക്ക ബെക്കൻ പൊക്ക് അത്തിപ്പഴം കൊത്തിപ്പ് ച ചീ ചു ച. നീ പറയുന്നിടത്തോട്ട് പോകും. നീ പറയുന്നിടത്തോട്ട് നമ്മൾ ഈ സൈഡിലേക്ക് അങ്ങനെ ആരും വരൂല. അങ്ങോട്ടേക്കാ മറ്റേ ഭയങ്കര ഫിഷിങ്ങിനൊക്കെ പോകുന്നത്. ആ സൈഡിലോട്ട് അതിൻ്റെ അപ്പുറം ഭയങ്കര തരയാണല്ലോ. ഭയങ്കര തരാ. ഇത് ബീക്കുന്നിപ്പാറ എന്നാണ് ഇതിന്റെ പേര്. ബീക്കുന്നിപ്പാറ. അപ്പോൾ ഇത് വലിയ കേവായിരുന്നു മുമ്പ്. ഇപ്പം അതിൻ്റെ ഒരു ചെറിയ പീസാണ് ഇവിടെ ബാക്കിയുള്ളത്. ഇതൊരു പെണ്ണിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് ഇതിലുള്ളത്. എന്ന് വെച്ചാൽ ഫ്രീഡം ഫൈറ്റർ ഉണ്ടായിരുന്നു ബീക്കുന്നുബി എന്ന് പറയുന്നത്. ബീക്കുന്നുബി. ആ പെണ്ണ് വന്ന് എന്ത് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒളിച്ചിരുന്ന് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്തിരുന്നായിരുന്നു. ഏകദേശം അത്രയൊക്കെയാണ് എനിക്കറിയാം. പിന്നെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ട് പോയെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. ഇതൊക്കെ മുമ്പ് ആ തല വരെ ഉണ്ടായിരുന്നു. അവിടെ എൻഡ് കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ മൊത്തത്തിലുള്ളായിരുന്നു ഇത്. ഇതിപ്പോ അതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമേ ബാക്കി. പുറത്തോട്ട് പോയി ഞാൻ കടലിൽ പോയിട്ട് ചാനല്ലോ. ഇവിടെ 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 ബാക്ക് സൈഡിൽ നല്ല പ്രക്ഷുബ്ധമായിട്ട് ഓടിക്കളിക്കുന്ന കടലും പിന്നെ ഇവിടെ ഇങ്ങനെ നടക്കാനുള്ള ഒരു വെള്ളത്തിൻ്റെ ഏരിയ ഉണ്ടല്ലോ. അവിടെ താഴെ ശരിക്കും കോറൽസാണ്, പല ടൈപ്പ് സാധനം. നമ്മളിപ്പോൾ ബോട്ടെ വന്നപ്പോൾ കണ്ട സാധനമൊക്കെ നമ്മുടെ കാലിൻ്റെ അടിയിലുണ്ട്. പിന്നെ കുറേ വെള്ളരി കിടപ്പുണ്ട്, കടൽ വെള്ളരി. ശരിക്കും നിങ്ങൾ ഇത് മിസ് ചെയ്യല്ലോ കേട്ടോ. ഈ സ്ഥലം ഇത് കിടിലം പരിപാടിയാണ്. ആ ഗ്ലാസ് ബോട്ടും പിന്നെ ഇവിടെ വന്നിട്ടൊരു സൺസെറ്റും കൂടെ കിട്ടുവാണെങ്കിൽ കിടിലം പരിപാടിയാണ്. ഈവനിങ് ഈ ഒരു പരിപാടി സെലക്ട് ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ പറ്റുന്ന അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് കണ്ടിട്ട് മനസ്സിലായി കാണുമല്ലോ, നമുക്കിവിടെ സ്കൂബ ചെയ്യാൻ പറ്റുമേ. നമ്മൾ കഴിഞ്ഞ ദിവസം സ്നോർക്കൽ ചെയ്തു, ഗ്ലാസ് ബോട്ട് ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. ഇനിയിപ്പോൾ സ്കൂബ ചെയ്യാൻ പറ്റും. അത് പാക്കേജിൻ്റെ കൂടെ വരാറില്ല പൊതുവേ. അതിന് നമ്മൾ എക്സ്ട്രാ 3500 രൂപ കൊടുത്തിട്ട് വേണം ചാടാനായിട്ട്. ഡീപ്പ് അല്ല കേട്ടോ, എന്ന് വെച്ചാൽ ഓപ്പൺ വാട്ടർ അല്ല, നമ്മുടെ ഈ കോറൽസിൻ്റെ സൈഡിലുള്ളൊരു പരിപാടിയാണ്. ഏകദേശം അരമണിക്കൂറൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ചാടുവോ? ഉറപ്പാ. എനിക്ക് സർട്ടിഫിക്കേഷൻ ഉള്ള, ഞാൻ തായ്ലൻഡിൽ പോയി ചാടിയിട്ടുള്ളതാ. തന്നെ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ ഞാൻ. അപ്പം നമ്മൾ ഈ പാക്കേജ് സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞാലല്ല, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. നേരത്തെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം അതിൻ്റെ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷാറുഖ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ അവിടെ? ഫോണൊന്നും വിളിച്ചില്ല. ഫോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അവർക്ക് ഒപ്പിട്ട് കൊടു. നോ. ഹായ് ബ്രോ. സോ എൻ്റെ പേര് അരുണാണ്. ഓക്കെ, ആക്ച്വലി തമിഴാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മലയാളത്തിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബ്രീഫിംഗ് ചെയ്ത് കൊടുക്കാം. ഇതുകൊണ്ടാണ് നമ്മൾ ബ്രീച്ച് ചെയ്തത്. ഓക്കെ, ഇതിനെ നമ്മൾ BCD വിളിക്കും. ഓക്കെ, ഇങ്ങനെ ഞങ്ങൾ കാണിച്ചാൽ അത് ഡേഞ്ചർ, അത് തൊടാൻ പാടില്ല, അങ്ങനത്തെ കാര്യമാണ്. സോ ഇത് ഡേഞ്ചറാണ്. മനസ്സിലായോ? നമ്മൾ ഡൈവിംഗ് സൈറ്റിലെത്തി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ബ്രീഫിംഗ് തരും, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ തായ്ലൻഡിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽസ് പറഞ്ഞുതരും. പിന്നെ ഇവിടെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇത്ര എന്താണ് ഈ ഏജ് ഉണ്ട്, ഇന്ന ഇഷ്യൂസൊക്കെ ഉണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. ഇതിപ്പം അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ഓപ്പൺ വാട്ടർ ഉണ്ട്. ഓപ്പൺ വാട്ടർ എന്ന് പറഞ്ഞാൽ കടലിനടുക്ക് പോയിട്ട് ചാടുന്നത്, അത് കിടിലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഇപ്പം 6 മീറ്റർ, 5 മീറ്റർ, 7 മീറ്റർ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഡൈവിംഗ് സ്പോട്ടുകളാണ് ഇവിടെ ഉള്ളത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാകുമ്പോൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരിച്ചു വരാം. മറ്റേതെങ്ങനെയാലും 2 മണിക്കൂർ 3 മണിക്കൂർ മിനിമം എടുക്കും. ഓക്കെ, നമ്മളിത് ബോട്ടിലോട്ട് കയറാൻ പോവാണ്. ഇവിടെ വന്നിട്ട് മറ്റേ നല്ലൊരു ഡൈവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, മറ്റേ ഓപ്പൺ വാട്ടറിൽ പോയിട്ടെ. പക്ഷേ നടന്നില്ല. നമ്മളിനിയും വരുമല്ലോ അല്ലേ? കൊല്ലത്തല്ലേ വീട്? പ്രവീൺ.
നമ്മള് മറ്റേ തായ്ലൻഡ് പോയി കലക്ക് കലക്കിയതാ. അതെ അതെ. ആ കുഴപ്പമില്ല, വേണ്ട അതൊന്നും വേണ്ട. നല്ല കളർ, നട്ടുച്ചക്കാണ്, അതുകൊണ്ട് വെയിലടിച്ചിട്ടുള്ള കളറും കൂടെ ഉണ്ട്. വലുതാണല്ലോ, വലിയ കോറലാണല്ലോ. അത് ഒരു കുറലല്ലോ, ഒന്നിൽ കൂടുതൽ അതിൻ്റെ അതുണ്ട്. നമ്മൾ ചാടേണ്ട സ്ഥലത്തെത്തിയേക്കാണ്. ഇവിടെ നിന്ന് തന്നെ കാണാതെ താഴെ. ഇവിടുത്തെ സ്കൂബയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് നല്ല ക്ലിയർ ആയിട്ടുള്ള കാഴ്ച തന്നെയാണ്. നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ സ്കൂബയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അതുകൊണ്ട് വെയിലൊക്കെ അടിച്ച് കടലിൻ്റെ അടി വെട്ടിത്തിളങ്ങുന്നത് കാണുവാൻ തന്നെ ഒരു പ്രത്യേക അഴകായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഒരു ഇൻസ്ട്രക്ടർ കാണും. എനിക്ക് ഡൈവിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തനിയെ ചാടുവാൻ സാധിച്ചു. കുറേ അധികം മീനുകളും പലതരം കോറൽസും ഒക്കെ കണ്ട് കടലിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് നേരം. അധികം ഡീപ്പിലേക്ക് പോകാത്തത് കൊണ്ട് സേഫായിട്ട് പേടി കൂടാതെ എല്ലാവർക്കും ഇത് ചെയ്യുവാനും സാധിക്കും. ഇത് കോമൺലി പാക്കേജിൻ്റെ കൂടെ വരുന്ന സംഭവമല്ല, എക്സ്ട്രാ കോസ്റ്റ് ആണ് കേട്ടോ. ഏകദേശം 3500-4000 രൂപയൊക്കെ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. ബിബില് കയറിയാ ഉണ്ടല്ലോ അല്ലേ? എടോ ഒരു ഇത് തോന്നിയില്ല കേട്ടോ, അല്ല ഒരു കൺഫ്യൂഷൻ ഒന്നും തോന്നിയില്ല. കിട്ടി സാധനം പെട്ടെന്ന്. നമ്മൾ കുറേ നാള് പെട്ടെന്ന് കിട്ടി. മുഴുക്കിക്കൂടെ ശ്വാസം വലിക്കല്ലെന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ളൊരു താമസം എടുത്തുള്ളൂ. ബാക്കിയെല്ലാം ഒക്കെ ആയിരുന്നു. കിടില്ല കേട്ടോ, ഭയങ്കര വേവാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നൈസാണ്. ഓപ്പൺ വാട്ടർ എന്തായാലും ഒന്ന് ചാടണം, കടലിന് അടുക്കുമായിട്ട്. അത് വേറെ തന്നെ മൂടാ. അപ്പോൾ ഇതാണ് സ്കൂബയുടെ സെറ്റപ്പ്. നിങ്ങൾ ഇത് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളോ അല്ല ഇതിൻ്റെ ഡീറ്റെയിൽസിനോ പറ്റിച്ച് ഒന്നും ടെൻഷൻ അടിക്കണ്ട. കംപ്ലീറ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഓപ്പൺ വാട്ടർ കാണാൻ ഇനി ഭയങ്കര തിരയാണല്ലോ, കറണ്ട് ഭയങ്കര കൂടുതലാ അല്ലേ? ഈ സൈസ് തിരയില്ലാത്താണല്ലോ. അപ്പോൾ അതാണ് സ്കൂബ ഡൈവിങ്ങിൻ്റെ കഥ കേട്ടോ. ഇനിയിപ്പം ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. കയാക്ക് ഉണ്ടോ ബാക്കിലേക്ക് വെച്ചേക്കുന്നത്? കയാക്കിൽ ഇറങ്ങി കളിക്കാനുള്ള പരിപാടിയുണ്ട്. അതും പാക്കേജിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പാക്കേജിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻക്ലൂഷനിലുള്ളത് എന്തൊക്കെ അറിയോ? കയാക്കിംഗ് ഉണ്ട്, നമ്മൾ ഇന്നലെ പോയ ഗ്ലാസ് ബോട്ടുണ്ട്, സ്നോർക്കലിംഗ് ഉണ്ട്, തിന്നക്കര ഐലൻഡിലെ ആ ഒരു പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ 3 നൈറ്റിലെ സ്റ്റേ, അല്ല 3 നൈറ്റിലെ സ്റ്റേ വിത്ത് ഫുഡ് ആൻഡ് ഓൾ. പിന്നെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പോലെ, അത് നിങ്ങളുടെ ഏത് പാക്കേജാണ് ചൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഒരു സെറ്റപ്പ് കേട്ടോ. ഓക്കെ, അപ്പോൾ കാണാം. ശരി, താങ്ക് യു. ഇനി ഈ ലക്ഷദ്വീപ് പാക്കേജ് അല്ലെങ്കിൽ ഈ അകത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ സംഭവമാണ്. ഇവിടുത്തെ 2 ഐലൻഡ്സ് ഉണ്ട്. ഒന്ന് തിന്നകര, പിന്നെ ഒന്ന് ബംഗാരം. ബംഗാരത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, പക്ഷെ അവിടെ പോയിട്ട് സ്നോർക്കലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമേ. അപ്പം ആ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാ പാക്കേജിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഒരു 1 ഡേ അടുത്ത് വരുന്ന പരിപാടിയാണ്. നമ്മളൊരു രാവിലെ പോയി കഴിഞ്ഞാൽ ഏകദേശം വൈകിട്ടേ തിരിച്ചു വരുള്ളൂ. നമ്മൾ നിൽക്കുന്ന അഗത്തി ഐലൻഡിൽ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് വൺ സൈഡ്. പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോഴത്തേക്കും എന്തായാലും സമയം എടുക്കും. അതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, അഗത്തി ഐലൻഡിൽ നിന്ന് തിണ്ണകരയും ബംഗാരവും സാൻഡ് ബാങ്കും ഒക്കെ പോയിട്ട് വരുന്ന ഒരു ദിവസത്തെ പരിപാടി കേട്ടോ. അതിൽ സ്നോർക്കലിംഗ് ഒക്കെ പോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മളൊരു വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇവിടെ വേറെ കാണാനായിട്ട് എന്താ ഉള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ബീച്ചാണല്ലോ. ഈ ദ്വീപ് മൊത്തം ബീച്ചാന്ന് പറയുന്ന പോലെ. അപ്പം ഓരോ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലായിട്ട് പ്രൈവറ്റ് ബീച്ചുകളുണ്ട്. അത് കൂടാതെ ഇവിടെ 1-2 ബീച്ചുകൾ, പേരെടുത്ത് പറയാവുന്ന 1-2 ബീച്ചുകളുണ്ട്. അതിലൊന്നാണ് അന്താൻ ബീച്ച്. അത് നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് കേട്ടോ. അപ്പം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വേണം അന്താൻ ബീച്ച് കണ്ടിട്ടൊക്കെ പോകാം. അവിടെ ആകുമ്പോൾ ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളും ഒരു തെങ്ങിൽ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട സെറ്റപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മൂഡ് അവിടെ കിട്ടും. പിന്നെ ഇവിടെ നിന്ന് അങ്ങ് എൻഡിൽ ചെല്ലുമ്പം അവിടെ ഒരു കോറൽ ബീച്ചുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ടും ഇവിടെയുള്ള ബീച്ച്. ഇപ്പം തിരയൊക്കെ ഇത്തിരി മോശമാണ്, നമുക്ക് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാനായിട്ട് ഇത്തിരി സീനുണ്ട്.
നമ്മളപ്പോൾ PCCയെ പറ്റി പറഞ്ഞു, പെർമിറ്റിനെ പറ്റി പറഞ്ഞു. ഇനിയുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും എന്നുള്ളതാണ്. PCC കൊടുത്തു കഴിഞ്ഞാൽ പെർമിറ്റ് കിട്ടും. പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസത്തേക്ക് വാലിഡ് ആയിരിക്കും, അങ്ങനെ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ വരുന്നത് 3 നൈറ്റ് 4 ഡേ പാക്കേജ് ആണെങ്കിൽ 4 ദിവസത്തേക്കൊക്കെ ആയിരിക്കും പെർമിറ്റ് കിട്ടുന്നത്. അപ്പം അത് കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അത് പിന്നെ നമ്മൾ റിന്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ ഇവിടെ എത്താം എന്നുള്ളൊരു വഴി കണ്ടുപിടിക്കുക എന്നതാണ്. 2 ഓപ്ഷൻസ് ഉണ്ട്, ഫ്ലൈറ്റ്, ഷിപ്പിൻ്റെ കാര്യം നിങ്ങൾ മറന്നേര്. അതിവിടെ ലോക്കൽസിന് വേണ്ടി ഉള്ള ഒരു സെറ്റപ്പാണ്. അതിലൊരു 15% പുറത്തുള്ളവർക്ക് വരാൻ പറ്റും. പക്ഷേ അത് മെയിൻലി ലേബേഴ്സിന് അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് വരുന്നവരെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു റിസർവേഷനാണ് ആ ഒരു 15%. അപ്പോൾ അതിൽ ടൂറിസ്റ്റുകൾക്ക് പാടാണ് ടിക്കറ്റ് കിട്ടാനായിട്ട്. പിന്നെ ഏത് സമയം വേണേലും ക്യാൻസലാവും. കടലല്ലേ, കടലിൽ ക്ലൈമറ്റൊക്കെ മോശമാണെങ്കിൽ ഏത് സമയം വേണേലും അത് ക്യാൻസലാവും. അപ്പം ഏറ്റവും നമുക്ക് പറ്റാവുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിന് വരാമെന്നാണ്. ഫ്ലൈറ്റ് വരാമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് കൊച്ചിയിൽ നിന്ന് വരാം, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ഇടയ്ക്കുണ്ട്, പിന്നെ ഗോവ, ബാംഗ്ലൂരൊക്കെ ഉണ്ട്. അപ്പം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരണമെങ്കിൽ ഗോവയിൽ നിന്ന് നോക്കുന്നതായിരിക്കും ബെറ്റർ. കൊച്ചിയിൽ നിന്നാണെങ്കിൽ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ഉണ്ട്, അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അത്രയാണ് ഫ്ലൈറ്റിൻ്റെ സംഭവങ്ങൾ. ഫ്ലൈറ്റിൻ്റെ നമ്പേഴ്സ് ഭയങ്കര കുറവായതുകൊണ്ട് ഇവിടേക്ക് ടിക്കറ്റ് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ഫ്രണ്ടായിട്ട് അത് സീസൺ നോക്കിയിട്ട് ഒരു 3-4 മാസം മുമ്പേ ടിക്കറ്റ് എടുത്ത് വെക്കുകയായിരുന്നെങ്കിൽ അതാണ് ഏറ്റവും സേഫ് പരിപാടി. ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ പാക്കേജ് നോക്കിയാലും മതി. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് കേട്ടോ. ഈ പാക്കേജസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പാക്കേജ് ഹാൻഡിൽ ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട്. നമുക്കും ഓണായിട്ടൊരു കമ്പനി ഉണ്ട് കേട്ടോ, മസാല ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് കുറേ അധികം പാക്കേജസ് ഉണ്ട്, പല കാറ്റഗറീസ് ഉണ്ട്. ബഡ്ജറ്റ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, പ്രീമിയം ഉണ്ട്, ലക്ഷറി ഉണ്ട്. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് പാക്കേജസ് ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് ലക്ഷദ്വീപിൽ വന്നിട്ട് കടലിൻ്റെ നടുക്ക് പോയിട്ട് നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു പാക്കേജ് ഉണ്ട് കേട്ടോ. ഒരു 3 ദിവസമൊക്കെ കടലിൽ പോയിട്ട് വേണേൽ സ്കൂബ ഡൈവ് ചെയ്ത് അവിടുന്ന് തന്നെ ലൈവായിട്ട് നെയ്മീൻ, യെല്ലോ ഫിൻ, ടൂണ ഇതിനെയൊക്കെ പിടിച്ച് ബോട്ടിൽ വെച്ച് തന്നെ കറിയൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് തന്നെ താമസിച്ച് 2 ദിവസം നിൽക്കാനൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ ഉള്ള പാക്കേജൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂസ് സോർട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ളത് അഗത്തിയിലാണ്. ഇപ്പം കവരത്തി, ക്യാപിറ്റൽ ഐലൻഡായ കവരത്തി, ആന്ത്രോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് 10-36 ഐലൻഡ്സ് ഉണ്ട്. അതിൽ കുറേ എണ്ണത്തിൽ നമുക്ക് പോകാൻ പറ്റും. അതിൽ 10 എണ്ണത്തിലാണ് ആൾതാമസം ഉള്ളത്. അവിടെ നമുക്ക് പെർമിറ്റ് ഓരോ ഐലൻഡിനും സെപ്പറേറ്റ് പെർമിറ്റ് എടുത്ത് പോകേണ്ടി വരും. അപ്പോൾ നമ്മളുള്ളത് അഗത്തിയിലാണ്. അഗത്തിയിൽ എല്ലാവരും വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ എയർപോർട്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പം ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോകണമെങ്കിൽ ഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം അത് കിട്ടാൻ ഒത്തിരി പാടുള്ള സംഭവമായതുകൊണ്ട് അഗത്തിയാണ് ലക്ഷദ്വീപ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല വഴി. അപ്പം മസാല ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ PCC സർട്ടിഫിക്കറ്റ് തൊട്ടിട്ട് എല്ലാ കാര്യത്തിലും നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പം ഇനീഷ്യൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സപ്പോർട്ട്, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി നോക്കും, പെർമിറ്റ് എടുക്കും. പിന്നെ ഇവിടെ നിങ്ങളുടെ ഐറ്റിനറി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. നോർമലി എല്ലാവരും ചെയ്യുന്നത് 3 നൈറ്റ് 4 ഡേ പാക്കേജാണ്. അപ്പോൾ അതിൻ്റെ ഐറ്റിനറിയും അതിലെന്തൊക്കെ കവർ ചെയ്യും അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ടാവുക. പിന്നെ അവസാനം നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന കോമൺ കുറച്ച് ഡൗട്ടുണ്ട്, അതിനുള്ള ഒരു ഉത്തരവും ഈ വീഡിയോയിലുണ്ടാവും. ഇനി ലക്ഷദ്വീപിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഒരു മെയിൻ കൺസേൺ എവിടെ താമസിക്കും എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ പല പാക്കേജിലും പല കാറ്റഗറി ഓഫ് റൂംസ് ആയിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് കാറ്റഗറിയിലുള്ള കുറച്ച് റൂംസ് നിങ്ങളെ പെട്ടെന്ന് കാണിച്ചു വിടാം കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്രീമിയം കാറ്റഗറി പ്രോപ്പർട്ടിയാണ്. അതിലൊരു എൻ്റെ ബാക്കിൽ കാണുന്ന അത് ഒരു 5 ചെറിയ ഹട്ടുകളുണ്ട്. പിന്നെ അവിടെയായിട്ട് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൂംസും ഉണ്ട്. അതെല്ലാം കാണിച്ചു തരാം. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് ഫ്രണ്ടിൽ ബീച്ചാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഹാമോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചാരുകസേരയുണ്ട്. അവിടെ ഇരുന്ന് ചായ കുടിക്കാം, സൺറൈസ് കാണാം, സൺസെറ്റ് കാണാം. പിന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജിൽ കംപ്ലീറ്റ് ആയിട്ട് 3 നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ്. പിന്നെ ലക്ഷദ്വീപാണ്. ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഫുള്ള്, അതായത് നമ്മളിക്ക് നിൽക്കുന്നില്ലേ അതിൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കടലാണ്. അപ്പോൾ ഈ ഉപ്പ് കാറ്റിൻ്റെ പ്രശ്നം കൊണ്ട് തുരുമ്പെടുക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ളതുകൊണ്ട് ഏത് പ്രീമിയം റിസോർട്ടാണെങ്കിലും ഹോട്ടലാണെങ്കിലും അതിൻ്റെ ഉള്ളിലെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും. പിന്നെ ഈ ടൈലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റെയിനൊക്കെ പിടിച്ചിരിക്കുന്ന സെറ്റപ്പ് ആയിരിക്കും മിക്കതിലും. കാര്യം ഭയങ്കര മെയിൻ്റനൻസ് കോസ്റ്റാണ്. എന്തുകൊണ്ടിട്ടാലും 10 വർഷം വാറണ്ടി ഉള്ളത്, അല്ലെങ്കിൽ 10 വർഷം നമുക്ക് യൂസ് ചെയ്യാവുന്ന എന്ത് പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടിട്ടാലും അത് 1 വർഷം കൊണ്ട് തീരും. പിന്നെ ചൂടുവെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. ഹീറ്റർ വർക്ക് ചെയ്യത്തില്ല. കാര്യം കോയിലും കാര്യങ്ങളൊക്കെ ഈ ഉപ്പുവെള്ളം കയറി വരുന്നതുകൊണ്ട് ഫുള്ളായിട്ട് തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നുണ്ട്. ചൂടുവെള്ളം നമുക്ക് കിട്ടത്തില്ല കേട്ടോ. പിന്നെ ചില ഹോട്ടൽസിലൊക്കെ കെറ്റിലൊക്കെ വെച്ചിട്ട് ചൂടുവെള്ളമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് കാറ്റഗറി. 5 റൂംസ് ഉണ്ട് കേട്ടോ. അത് ഒരു കാറ്റഗറിയിൽ, അത് ഒരു ഹട്ടിൽ ഒരു റൂമേ ഉള്ളൂ, അറ്റാച്ച്ഡ് ബാത്റൂം. അങ്ങനത്തെ 5 എണ്ണം ഉണ്ട് ഇവിടെ. ഓരോന്നിൻ്റെ ഉള്ളിൽ കയറി കാണിച്ചു തരാം.
കയറുമ്പോൾ ഇവിടെ ഒരു ചെറിയ ലിവിങ് സ്പേസ് ഉണ്ട്. അവിടെ 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബീച്ചൊക്കെ കണ്ടിരിക്കാം. ഇവിടെ ജനലുണ്ട്, തുറന്നിടാം. പിന്നെ ഇവിടെ നിന്ന് ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കിനും ഇതാണ് ബെഡ്റൂം. നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ് കേട്ടോ. അത്യാവശ്യം 3 പേർക്കൊക്കെ വേണമെങ്കിൽ കിടക്കാം. പിന്നെ TV ഉണ്ട്. അതിൻ്റെ ഒന്നും യൂസ് ചെയ്ത് വരുമെന്ന് തോന്നുന്നില്ല. അവിടെ ഒരു മിറർ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസാണ് കേട്ടോ. നല്ല വിശാലമായ റൂമാണ്. AC ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ബാത്റൂമിൻ്റെ ഉൾവശം കാണിച്ചുതരാം. ഇതാണ് ബാത്റൂമിൻ്റെ ഉൾവശം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ടാപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് മൊത്തത്തിലുള്ളൊരു ഓവറോൾ സെറ്റപ്പ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏരിയ ഉണ്ടോ. അതൊരു വേറെ സെറ്റ് ഓഫ് റൂംസാണ്. അതിൻ്റെ അപ്പുറത്തുണ്ട്. പിന്നെ ഇത് ഫുഡ് കഴിക്കുന്ന ഏരിയ ആണ്. പിന്നെ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സൺസെറ്റ് കാണാനും സൺറൈസ് കാണാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പ് നോക്കി. ശരിക്കും ഈ ഒരു വ്യൂവിന് കൊടുക്കണം പൈസ. നമുക്ക് ഇവിടെ കയാക്കുണ്ട്, ടയർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹാമോക്കുണ്ട് ഉണ്ടോ. പിന്നെ ബീച്ച് തൊട്ട് ഫ്രണ്ടിലാണ്. നമുക്കിത് ഇതിലെ ഇങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങാം. കണ്ടോ, ഇവിടുത്തെ ഈ കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ബീച്ച് ഉണ്ടാകും കേട്ടോ. പ്രൈവറ്റ് ബീച്ച് എന്ന് തന്നെയാണ് പറയാം. നോക്കി ഇങ്ങോട്ട് ഇറങ്ങാം. അത്ര അക്രമ തിരയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സേഫായിട്ടൊക്കെ കുളിക്കാൻ തോന്നും. പിന്നെ അവിടെയൊക്കെ കണ്ടോ ഒരു കൈൻഡ് ഓഫ് കോറൽസ് ഒക്കെ ഉള്ളൊരു ഏരിയ എന്ന് തോന്നുന്നു. ആ ഏരിയയൊക്കെ ഇതാണ് വ്യൂ. കണ്ടോ, നല്ലൊരു ഏരിയ ഉള്ള സംഭവമാണ്. ഇനി ഞാൻ അപ്പുറത്തെ റൂംസ് കൂടെ കാണിച്ചു തരാം. ഇതാണ് അടുത്തൊരു കാറ്റഗറി. ഇതിൽ താഴെ 2 റൂം, മേളിൽ 2 റൂം, അങ്ങനെയാണ് സെറ്റപ്പ്. സ്റ്റെയറൊക്കെ ഉണ്ട് മേളിലേക്ക് കയറി പോകാനായിട്ട്. അപ്പോൾ ഇവിടെ 4 റൂം, അവിടെ 5, 9, ഇവിടെ 3, 12, അവിടെ 3, മൊത്തം 15 റൂംസാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് കേട്ടോ. അത് എല്ലാ റൂംസിനും ഏകദേശം ഒരേ റേറ്റാണ്. പല സെറ്റപ്പിലാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. സ്റ്റെയറൊക്കെ കയറി പോകണം. സ്റ്റെയറൊക്കെ കണ്ടോ, ഒരു തുരുമ്പെടുത്ത് കിടക്കുന്ന, അത് കണ്ടിട്ട് നിങ്ങൾ അന്തം വിടുമൊന്നും വേണ്ട. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഓക്കെ, ബാൽക്കണി ഉണ്ട്. നോക്കി, ഇതാണ് റൂമിൻ്റെ വേറൊരു സെറ്റപ്പ് കേട്ടോ. ബെഡൊക്കെ കുറച്ചുകൂടെ ഹൈറ്റ് പറഞ്ഞ ബെഡാണ്. സൺലൈറ്റൊക്കെ അടിച്ചിട്ട് നല്ല മൂടല്ലേ കാണാൻ. ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളക്കുപ്പി, പിന്നെ ഒരു വേറെ ടൈപ്പ് ഓഫ് ഒരു തീമാണ്. ഇവിടെ ഇരുന്നാലും ബീച്ച് നല്ലത് കാണാം. നമുക്ക് സൺസെറ്റൊക്കെ നല്ല നൈസായിട്ട് കാണാം. ബാത്റൂം കാണിച്ചു തരാം. ഇതിൻ്റെ ബാത്റൂം കുറച്ചുകൂടെ വലിപ്പമുണ്ട്. വാഷ് ബേസിന്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇനി ഇവിടെ ഉള്ളത് ഈ 3 കോട്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇൻറ്റീരിയറൊക്കെ ഏകദേശം ഒരേ ടൈപ്പ് ബെഡും കാര്യങ്ങളും ആ ഒരു ഫെസിലിറ്റിക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. മുകളിൽ ഓലയൊക്കെ മേഞ്ഞിട്ട് വേറൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. പിന്നെ നോക്ക്, സെറ്റപ്പ് നോക്ക്, കളറ് നോക്ക്, ബീച്ച്, എന്താ രസമല്ലേ. ഇനിയിപ്പോൾ അത് ആ ഒരു റൂമിൻ്റെ സെറ്റപ്പോടെ കാണിച്ചു തരാവേ. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് കാറ്റഗറി റൂംസ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബീച്ച് തൊട്ടടുത്താണ്. ഇതിൻ്റെ അകം കാണിച്ചു തരാവേ. ഇതുണ്ടോ, സ്വിച്ച് ബോർഡൊക്കെ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്തിട്ടേക്ക്. കാര്യം മഴയും ഉപ്പുവെള്ളത്തിൻ്റെ പ്രസൻസും ഒക്കെ ഭയങ്കര അക്രമം കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം. കണ്ടോ, AC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാൽ ആ ബീച്ചിൻ്റെ വ്യൂ ആണ് മെയിനായിട്ടുള്ള സംഭവം. നല്ല വൃത്തിയുള്ള റൂംസ് ആട്ടോ എല്ലാം. പിന്നെ ഇതിൻ്റെ ബാത്റൂം കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനത്തെ 2 റൂംസ് ഉണ്ട്. ഇതാണ് ബാത്റൂമിൻ്റെ ഉൾവശം. നല്ല വിശാലമായ ബാത്റൂമാണ്. അഗെയിൻ എല്ലാം പ്ലാസ്റ്റിക്കാണ്. ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ബീച്ചിൻ്റെ വ്യൂ ഉണ്ടോ. കടലിൻ്റെ സൗണ്ട് കിട്ടും. സൺസെറ്റൊക്കെ ഈ ബെഡിൽ കിടന്ന് തന്നെ ആസ്വദിക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രീമിയം പ്രോപ്പർട്ടിയുടെ സെറ്റപ്പ് കേട്ടോ. ഇതുപോലത്തെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. പറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാ കാറ്റഗറിയിലെ റൂംസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് ടൈപ്പ് പാക്കേജാണ് എടുക്കേണ്ടതെന്ന്. ഇനി നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് പാക്കേജിൽ വരുന്ന റൂമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ബാക്ക് സൈഡിലുള്ളത് ഒരു ബീച്ച് ഫ്രണ്ട് ഹോം സ്റ്റേ ആണ്. തൊട്ട് ഫ്രണ്ടിൽ ബീച്ചാണ്. അപ്പോൾ ഇത് 8 റൂമുള്ള ഒരു വീട്, ഹോം സ്റ്റേ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. 2 പേർ കിടക്കാവുന്ന നല്ല റൂംസ്. പിന്നെ നല്ല നീറ്റാണ്. ബാത്റൂംസ് അറ്റാച്ച്ഡ് ആണ്. AC ഉണ്ട്. അപ്പം ഈ ഒരു റൂമൊക്കെ വരുന്ന പാക്കേജിന് 3 നൈറ്റ് 4 ഡേ വരുമ്പോഴത്തേക്കിനും ഏകദേശം 15,000 ആ റേഞ്ചിലൊക്കെ വരും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറി റൂം പരിചയപ്പെടാം കേട്ടോ. പ്രീമിയത്തിൻ്റെ തൊട്ട് താഴെ വരാവുന്ന ടൈപ്പ് ഒരു റൂമാണ് ഈ ബാക്കിലുള്ളത് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ കണ്ട ഒരു 8,000 ഒക്കെ ആണെങ്കിൽ ഒരു 5,000 6,000 റേഞ്ചിൽ വരുന്ന റൂംസാണിത്. അപ്പം ബീച്ച് എന്ന് പറയുമ്പോൾ ഒരു പൊട്ടിക്ക് അങ്ങോട്ട് മാറിയിട്ടായിരിക്കും. ബീച്ച് ഫ്രണ്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇവിടെ നിന്നാലും ബീച്ചിൻ്റെ വ്യൂ കിട്ടത്തില്ല. ഇവിടെ നിന്ന് ഇറങ്ങി ഒരു 50 മീറ്റർ നടന്നാൽ ബീച്ച് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാലത്തെ വ്യൂ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അത്യാവശ്യം 3 പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്ന ഒരു ബെഡ്, വലിയ ബെഡാണ്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ബെഡ് കൊടുത്തിട്ടുണ്ട്. TV ഉണ്ട്.
പിന്നെ അവിടെ കെറ്റിലും ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പാനലുണ്ട്, അതിൻ്റെ മുകളിൽ ഓല വിരിച്ചേക്കുവാണ്. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റപ്പാണ്. ബെഡ് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടേക്കുന്നു. പിന്നെ ബാത്റൂം നോക്കുവാണെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇവിടെ ഹോട്ട് വാട്ടർ ഉണ്ട്. അപ്പോൾ അത്രയാണ് റൂമിൻ്റെ ഉൾവശം. നമ്മുടെ പ്രീമിയം കാറ്റഗറി വരുന്ന ഒരു ടൈപ്പ് റൂം കൂടെ കാണിച്ചു തരാം കേട്ടോ, ഒരു സെറ്റപ്പ് കൂടെ. എൻ്റെ ബാക്കിൽ കാണുന്നത് ഇതിൽ 2, 4, 6 റൂംസ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഒരു എന്താണ് ഫീച്ചർ എന്ന് പറയുന്നത് ബീച്ച് ഫ്രണ്ടാണ്. അങ്ങോട്ട് കയറുമ്പോഴേ അവിടെ കുറച്ച് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാഴ്ച എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാം. നമ്മളിപ്പം വേറൊരു പ്രീമിയം പ്രോപ്പർട്ടി കാണിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കാറ്റഗറി പെടുത്താവുന്നതാണ് ഇതും. അപ്പം ഈ പ്രീമിയം കാറ്റഗറി ആകുമ്പോഴത്തേക്കിനും നിങ്ങൾക്കൊരു 23,000 ഒക്കെ ആയിരിക്കും പാക്കേജ് കോസ്റ്റ് വരുന്നത് കേട്ടോ ഒരാൾക്ക്. അതായത് 3 നൈറ്റ് 4 ഡേ. അപ്പോൾ അതിൽ ഈ ഫുഡും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ലിസ്റ്റ് ചെയ്ത് ഞാൻ പറയാം കേട്ടോ. പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു പ്രോപ്പർട്ടി കൂടെ പെട്ടെന്ന് കാണിച്ചു തരാവേ. ഇതും ബീച്ച് ഫ്രണ്ടാണ്. ലൈക്ക് ഒരു ബീച്ച് ഫ്രണ്ട് റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു 2nd, 3rd റേഞ്ചിൽ വരുന്നത് പ്രീമിയം. പിന്നെ അതിൻ്റെ താഴെ ഒരു എക്സിക്യൂട്ടീവ്, അതിൻ്റെ താഴെ ബഡ്ജറ്റ്, അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു 20,000, 23,000 റേഞ്ചിലൊക്കെ പാക്കേജ് വരും. 3 നൈറ്റ് 4 ഡേയ്സ്. ഓക്കെ, അതാണ് ബീച്ച്. നമ്മളിത് ഈ ഒരു കമാനമൊക്കെ അടുത്തോട്ട് കയറുമ്പോഴത്തേക്കിനും ഇവിടെ ഇങ്ങനെ 1, 2, 3, 4, 5 എയർ ഫ്രെയിംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ബിൽഡിങ്ങിൽ 2 റൂംസ് ഉണ്ട്. പിന്നെ ഇത് ഒരു ക്യാൻറ്റീൻ സെറ്റപ്പാണ്. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള കുറേ സെറ്റപ്പുകളുണ്ട്. ഇതാണ് ഉൾവശം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡാണ്. പിന്നെ ഇത് ഇവിടെ പോയി കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടോ കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് പരിപാടി, നല്ലൊരു പ്രീമിയം ടച്ച് ഉണ്ട്. ലൊക്കേഷനാണ് മെയിൻ. തൊട്ട് ഫ്രണ്ട് നല്ല നൈസ് ബീച്ച്. പിന്നെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാത്റൂം എവിടെ? ഓ, നല്ല വലിയ ബാത്റൂമാണ്, നല്ല വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തിനാണ് ഇത്രയും പ്രോപ്പർട്ടീസൊക്കെ കാണിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് ലക്ഷദ്വീപ് വരുന്നതിന് മുമ്പ് എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. കാര്യം ലക്ഷദ്വീപ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു നമ്മളെങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഒരു വീഡിയോയിലായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം കുറച്ച് ബഡ്ജറ്റ് ലെവൽ പ്രോപ്പർട്ടീസ് കൂടെ കാണിച്ചു തരാം. പിന്നെ ഒരു ഹൈ ലക്ഷറി സാധനമുണ്ട്, അതുകൂടെ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതുകൂടെ ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇനി പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു സെറ്റപ്പ് കൂടെ കാണിച്ചു തരാം. നമ്മുടെ ആ ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കുറച്ച് ബോട്ടൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ആ ഏരിയയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. പ്രീമിയം എന്ന് വെച്ചാൽ പുതിയൊരു പ്രോപ്പർട്ടി. 4 റൂമേ ഉള്ളൂ. കെട്ടിലെ റൂമാണ്. പിന്നെ നല്ല വൃത്തിയുള്ള ബാത്റൂംസ്. അതിൻ്റെ തിരുന്ന് കഴിഞ്ഞാൽ 2 വിൻഡോ ഉണ്ട്. ആ വിൻഡോ പൊക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബീച്ചിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോമൺ ആയിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ കുറച്ച് കാമായിട്ട് ടൗണിൽ നിന്ന് മാറി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ പ്രോപ്പർട്ടീസ് കാണിച്ചു. നിങ്ങൾക്ക് ഇപ്പം കൺഫ്യൂഷൻസ് കുറച്ച് മാറിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ടൈപ്പ് ഓഫ് പാക്കേജാണ് നിങ്ങൾക്ക് ലക്ഷദ്വീപ് വരാൻ വേണ്ടി എടുക്കേണ്ടതെന്നുള്ളത്. പാക്കേജ് ഇല്ലാതെ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. സോ അപ്പം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ അതിൽ കോൺടാക്ട് നമ്പേഴ്സ് കാണും. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഏതൊക്കെ ടൈപ്പ് പാക്കേജാണ് ചൂസ് ചെയ്യേണ്ടത് എല്ലാം അതിനകത്തുണ്ടാകും കേട്ടോ. ഇനി ഇവിടുത്തെ ലക്ഷറി കാറ്റഗറിയിൽ പെടുത്താവുന്ന അല്ലെങ്കിൽ ആ ഒരു പാക്കേജിനകത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടി കൂടെ കാണിച്ചു തരാവേ. നമ്മുടെ ബാക്കിൽ കാണുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 സൈഡിലും കടലാണ്. അപ്പം നിങ്ങൾക്ക് സൺസെറ്റ് വ്യൂവും കിട്ടും, സൺറൈസ് വ്യൂവും കിട്ടും. കോട്ടേജ് ആയിട്ടുള്ള റൂംസാണ്. പിന്നെ ഇവർക്ക് തന്നെ എന്താണ് ഇൻഹൗസ് റെസ്റ്റോറൻറ്റും പിന്നെ പ്രൈവറ്റ് ബീച്ചാണല്ലോ 2 സൈഡിലുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ പോയിരുന്ന് റിലാക്സ് ചെയ്യാനുള്ള കുറേ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ലക്ഷദ്വീപ് ട്രിപ്പിൽ കുറച്ച് ഡാർക്ക് സൈഡും കൂടെ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇവിടെ എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ, അത് ഫ്ലൈറ്റ് ത്രൂ തന്നെ നമ്മൾ വരേണ്ടി വരും. ഫ്ലൈറ്റ് ത്രൂ വരാനായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇത് ഡിലേ ആവാം, അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻസൽ ആവാം. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ വെതർ, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു 3 ദിവസത്തെ പാക്കേജ് എടുത്താൽ ചിലപ്പം ഒരു ദിവസം അങ്ങോട്ടോ ഒരു ദിവസം ഇങ്ങോട്ടോ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതൊരു നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനാണ്. പ്രകൃതിയുടെ കളികളല്ലേ. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് മാത്രമേ ഒരു ലക്ഷദ്വീപ് ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യാവുള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന കാര്യവും ഏകദേശം അതുപോലാണ്. എപ്പോൾ വേണേലും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ 1 ദിവസമോ 2 ദിവസമോ മേ ബി ഒരാഴ്ചയോ നിങ്ങളിവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ കരുതുക. പിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് ഇതൊരു ഐലൻഡാണ് ആണല്ലോ. അപ്പോൾ അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഒന്നെങ്കിൽ കേരളത്തിൽ നിന്ന്
അല്ലെങ്കിൽ എന്താണ് ഗോവ, മംഗലാപുരം ആ സൈഡിൽ നിന്നൊക്കെ കൊണ്ടുവരണം. അതായത് നിങ്ങൾക്ക് ഇവിടെ അരി കിട്ടണമെങ്കിൽ അത് അവിടുന്ന് കൊണ്ടുവരണം, പച്ചക്കറി കിട്ടണമെങ്കിൽ കൊണ്ടുവരണം, പാൽ കിട്ടണേലും മുട്ട കിട്ടണേലും എല്ലാം അവിടുന്ന് കൊണ്ടുവരണം. ഇവിടെ ഇവർക്കുള്ളത് തേങ്ങായും പിന്നെ എന്താണ് മീൻ അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ മുടങ്ങിക്കഴിഞ്ഞാലും ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി ഇവിടെ കുറവായിട്ടേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവർ കൊണ്ടുവരുന്നത് കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് അത് കിട്ടുമ്പോൾ അതിനുള്ള റേറ്റും കുറച്ച് കൂടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. അല്ലാതെ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ കിട്ടണമെന്ന് വാശി പിടിക്കല്, അതിനുവേണ്ടി ബാർഗെയിൻ ചെയ്യല്ലേ. ഓക്കെ, ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് വരാനുള്ള കാര്യങ്ങളും ഇവിടെ വന്നിട്ട് ചെയ്യാനുള്ള ഐറ്റംസും. ഇനിയിപ്പോൾ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എത്ര ചിലവായി എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു കണക്കാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾ പാക്കേജ് എടുത്താൽ വരുന്നെങ്കിൽ ഇപ്പം 3 നൈറ്റ് 4 ഡേ പാക്കേജ്, അതാണ് കോമൺ ആയിട്ടും ഇവിടെ എല്ലാവരും ചെയ്യാറ്. അപ്പോൾ അതിൽ 3-4 കാറ്റഗറി നമുക്ക് തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ്, 2 എക്സിക്യൂട്ടീവ്, 3 പ്രീമിയം, 4 ലക്ഷറി, അങ്ങനെ ഒരു 4 കാറ്റഗറി ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബേസ് കാറ്റഗറിയിൽ വരുന്നതിന് നിങ്ങൾക്കൊരു 12, 13, 14 ആ റേഞ്ചിലൊക്കെ പാക്കേജിൽ കിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ 3 നേരത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ നിന്ന് അധികം പൈസ ചിലവാകില്ല. ഓക്കെ, പിന്നെ ഉള്ളൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു 20,000 രൂപയൊക്കെ ഒരാൾക്ക് വരുന്ന ഒരു കാറ്റഗറിയാണ്. അതിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോബബ്ലി ഒരു ബീച്ച് സൈഡ് ഹോം സ്റ്റേ ഒക്കെ കിട്ടും. ഓക്കെ, ബാക്കി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. പിന്നെ ഉള്ളത് ഒരു പ്രീമിയം ആണ്, അതൊരു 23, 25 ആ റേഞ്ചിൽ വരും ഒരാൾക്കാട്ടോ, വിത്തൗട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. പിന്നെ ഒരു ലക്ഷറി, നമുക്കൊരു 30, 32 റേഞ്ചിലൊക്കെ ആ ഒരു പാക്കേജ് വരും. നമ്മളൊരു സൺസെറ്റ് കോട്ടേജ് കാണിച്ചായിരുന്നല്ലോ, സൺസെറ്റും സൺറൈസും ഒരുമിച്ചൊക്കെ കിട്ടുന്നത്. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ ഒരു 30,000, 32,000 ഒക്കെ ഒരാൾക്ക് ഈ പറഞ്ഞ 3 നൈറ്റ് 4 ഡേ പാക്കേജിന് വരും. പിന്നെ ഇനി നമുക്കിവിടെ വേറെ വരാവുന്ന ചിലവെന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂബ ഡൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3,500, 4,000 രൂപ എക്സ്ട്രാ വരും. പിന്നെ എന്താ പറയുക, ഫ്ലൈറ്റ് ടിക്കറ്റ്, അതാണല്ലോ മെയിൻ സംഭവം. നിങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് വരാൻ വേണ്ടിയൊക്കെ ഇപ്പോഴേ ബുക്ക് ചെയ്യുവാണെങ്കിൽ നല്ല പൈസയാവും. ഡിപ്പെൻസ് അപ്പോൺ ഫ്ലൈറ്റ് ആവട്ടോ. പിന്നെ എവിടെ നിന്നാണ്, കൊച്ചിയിൽ നിന്നാണോ ഗോവയിൽ നിന്നാണോ വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ഡിസൈഡ് ചെയ്യുന്നത്. ഗോവയിൽ നിന്നായിരിക്കും ഏറ്റവും എക്കണോമിക്കലി നിങ്ങൾക്ക് വരാൻ പറ്റുന്നത്. എന്നാലും സീസണിൽ അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്ക് ഒരു 15,000 രൂപ മിനിമം എക്സ്പെക്ട് ചെയ്യാം. അലയൻസ് എയർ കൊച്ചിയിൽ നിന്നുണ്ട്. അതിനാണെങ്കിൽ നോർമലി വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 12,500 to 14 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടിക്കറ്റ് സീസണിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ അടുത്ത സീസണിലേക്കുള്ളത് ഇപ്പോഴേ ബുക്ക് ചെയ്യേണ്ടി വരും. മനസ്സിലായി, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം അഡ്വാൻസ് ആയിട്ടൊക്കെ ബുക്ക് ചെയ്താലേ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്കും പെട്ടയ്ക്കും ടിക്കറ്റ് കിട്ടുമായിരിക്കും. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ബൈക്ക് റെൻറ്റിന് എടുക്കണമെങ്കിൽ 200 രൂപ, സൈക്കിൾ റെൻറ്റിന് എടുക്കണമെങ്കിൽ 100 രൂപ, 1 ലിറ്റർ പെട്രോളിന് 200 രൂപ. പിന്നെ വേറെ ഇവിടെ ചിലവ് തന്നെ, ഫുഡ് ചായക്ക് 10 രൂപ, കടിക്ക് 10 രൂപ, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം അത് നിങ്ങളുടെ ഡിപ്പെൻസ് ആണ്. കാര്യം പാക്കേജായിട്ട് വരുവാണെങ്കിൽ ഓൾറെഡി ഫുഡ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ വേറെ എക്സ്ട്രാ അതിനുവേണ്ടി നമ്മൾ പേ ചെയ്യേണ്ടില്ല. പിന്നെ എക്സ്ട്രാ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, സ്കൂബ ഡൈവ് ഉണ്ട്. പിന്നെ നൈറ്റ് ഫിഷിങ്ങിന് പോകുന്നുണ്ട്. രാത്രിക്ക് പോയിട്ട് കമ്പുച്ച് കുത്തിപ്പിടിക്കുന്നൊരു പരിപാടിയുണ്ട്. അതിന് ആണെങ്കിൽ 1000, 1500 ഒക്കെ ഒരാൾക്ക് എക്സ്ട്രാ വരും. അത്രയൊക്കെ ഉള്ളൂ ഈ അഗത്തി ഐലൻഡിൽ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ബാക്കി ഐലൻഡ്സിലോട്ട് വേണേൽ പോകാൻ പറ്റും കേട്ടോ. അതിന് ഈ പറഞ്ഞ വെസല് കാര്യങ്ങൾ, ഷിപ്പില്ലേ, അതിൻ്റെയൊക്കെ അവൈലബിലിറ്റി നോക്കേണ്ടി വരും. അതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ ഒരു ധൃതി ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരത്തുള്ളൂ. കാര്യം ഇന്നലെ കവരത്തിൽ നിന്നൊരു വെസല് വരേണ്ടതായിരുന്നു, വന്നിട്ടില്ല, ക്യാൻസലായി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറഞ്ചം പുറഞ്ചം പണി കിട്ടും. അപ്പോൾ അത് ചിന്തിക്കുക. കവരത്തിക്ക് ഇവിടുന്ന് വെസലിന് പോകണമെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 1,200 അങ്ങനെ കണ്ട പറഞ്ഞു തോന്നുന്നു. 2,000 താഴെയാണ്, എക്സാക്ട്ലി എനിക്കറിയത്തില്ല. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾ ചെയ്യും, ക്യാൻസൽ ചെയ്യും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത്രയൊക്കെയാണ് എന്താണ് ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വരാം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ ATM ഉണ്ട്. ഞങ്ങളൊരു 3-4 ATMs കണ്ടു, യൂണിയൻ ബാങ്ക് അത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നുള്ള നെറ്റ്വർക്കിൻ്റെ മൊബൈലുണ്ടല്ലോ, അതിൻ്റെ ഒരു കവറേജിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ജിയോ ഒഴിച്ച് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. എയർടെല്ലുണ്ട്, വോഡാഫോൺ ഉണ്ട്, BSNL ഉണ്ട്. ഈ 3 4G ഉണ്ട്, 5G ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് കാര്യങ്ങളൊക്കെ കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പാക്കേജ് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസും നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വാട്സാപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ കിട്ടും. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനുള്ള അസിസ്റ്റൻസും ഒക്കെ അതിൻ്റെ അകത്തുണ്ടാകും കേട്ടോ, ഡിപ്പെൻസ് അപ്പോൺ അവൈലബിലിറ്റി. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് എല്ലാവരും വരിക, റെസ്പോൺസിബിളായിട്ടൊക്കെ നിൽക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാണ്. ഓക്കെ, ബൈ.